السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 132ാമത്തെ പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ ഒരു അമലായി കബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മളെ വളർത്തി വലുതാക്കിയവർ, ഭക്ഷണം തന്നവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റഫർ ചെയ്യുന്നവർ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി ആ പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنما يستجيب الذين يسمعون والموتى يبعثهم الله ثم إليه يرجعون وقالوا لولا نزل عليه آية من ربه قل إن الله قادر على أن ينزل آية ولكن أكثرهم لا يعلمون وما من دابة في الأرض ولا طائر يطير بجناحيه إلا أمم أمثالكم ما فرطنا في الكتاب من شيء ثم إلى ربهم يحشرون والذين كذبوا بآياتنا صم وبكم في الظلمات من يشاء الله يضلله ومن يشاء يجعله على صراط مستقيم قل أرأيتكم إن أتاكم عذاب الله أو أتتكم الساعة قل أرأيتكم إن أتاكم عذاب الله أو أتتكم الساعة وغير الله تدعون إن كنتم صادقين بل إياه تدعون فيكشف ما تدعون إليه إن شاء وتنسون ما تشركون ولقد أرسلنا إلى أمم من قبلك فأخذناهم بالبأساء والضراء لعلهم يتضرعون فلولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون صدق الله العلي العظيم. സൂറത്തുൽ അൻആമിലെ 36 മുതൽ 44 വരെയുള്ള 9 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. വിശുദ്ധ ഖുർആനിലെ 7ാമത്തെ ജുസിൽ 132ാമത്തെ പേജ്. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ പേജിൽ നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചിരുന്നത്, സത്യം മനസ്സിലാക്കാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിക്കാനും ഒരുപാട് തെളിവുകൾ ഉണ്ടായിട്ടുണ്ട്. മുശ്രിക്കുകൾ അതെല്ലാം അവഗണിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ സങ്കടപ്പെട്ടിരുന്നു. അങ്ങനെ അത്രക്കൊന്നും സങ്കടപ്പെടേണ്ടതില്ല എന്ന് അല്ലാഹു തആല അവിടുത്തെ ആശ്വസിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ പേജ് അവസാനമായി ചെയ്തത്. നമ്മൾ പഠിച്ചതാണ്. ഇനി പറയുന്നത്, ഇങ്ങനെ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും അനുസരിക്കാതെ അംഗീകരിക്കാതെ നടക്കുന്ന ആളുകൾ, നിഷേധിക്കുന്ന ആളുകൾ അനുസരണത്തിന്റെ കേൾവി നഷ്ടപ്പെട്ടവരാണ് എന്നാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തും പ്രബോധനവും ദീനിലേക്കുള്ള ക്ഷണവും ഒക്കെ സ്വീകരിക്കാതിരിക്കാൻ കാരണം അള്ളാഹുവിന്റെ സന്ദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശങ്ങളും കേട്ടു മനസ്സിലാക്കി അനുസരിക്കാൻ തയ്യാറില്ല എന്നതാണ്.
പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ മാത്രമല്ലേ ആ കാര്യം സ്വീകരിക്കാനും അംഗീകരിക്കാനും മനസ്സിനൊരാഗ്രഹം ഉണ്ടാവുകയുള്ളൂ. ശ്രദ്ധിച്ച് കേട്ട് ആ ഒരു നിലക്ക് അതിനെ സമീപിക്കുന്നവർക്കല്ലേ ആ കാര്യം അംഗീകരിക്കാൻ കഴിയും. അങ്ങനെ ശ്രദ്ധിച്ചു കേൾക്കാത്തവർ, ആ കേൾക്കുന്നതിൽ നിന്നും എനിക്ക് നന്മ വരണം എന്ന താല്പര്യത്തോടെ കേൾക്കാത്തവർ ഹൃദയം മരിച്ചവരാണ്, ഹൃദയം മരവിച്ചവരാണ്. അങ്ങനെ അവർ മൊത്തം മരണപ്പെട്ട ആളുകൾ പോയായിട്ടുണ്ട്. അവരുടെ ഹൃദയത്തിന് ജീവനില്ല. മരിച്ചവരോട് ഉപദേശിച്ചിട്ട് സതുപദേശം ഫലം ചെയ്യില്ലല്ലോ. മരിച്ചവരോട് ഉപദേശിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്നതുപോലെയാണ് ഇവർ അനുസരിക്കാൻ തയ്യാറില്ല എന്നതുകൊണ്ട് തന്നെ എത്ര ഉപദേശിച്ചാലും ഇവർക്കത് പ്രയോജനപ്പെടുകയില്ല. ഇവരുടെ ഹൃദയം മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇവർ ഈ ചിന്താശൂന്യതയിൽ നിന്ന് ഉണർന്ന് എഴുന്നേൽക്കുന്ന ഒരു സമയം ഇനി വരും. അപ്പോഴാണ് അവർക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമാവുക. ഒന്നുകിൽ മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുനർജന്മം നൽകുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ ബോധ്യമാവും. പക്ഷെ ബോധ്യം വന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? നമുക്ക് ആയത്ത് നോക്കാം. 36-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ യസ്തജീബുൽ ലദീന യസ്മഊൻ വൽ മൗതാ യബ്അസുഹുമുല്ലാഹു സുമ്മ ഇലൈഹി യുർജഊൻ. ഇന്നമാ യസ്തജീബുൽ ലദീന, ഇന്നമാ യസ്തജീബു, നിശ്ചയമായും മറുപടി പറയുന്നത്, ഉത്തരം ചെയ്യുന്നത് ആരാ? അല്ലദീന, അവർ ഒരു വിഭാഗമാണ്. യസ്മഊൻ, കേൾക്കുന്നവർ മാത്രമാണ്. ശരിക്കും കേട്ട് മനസ്സിലാവുന്നവരല്ലേ ആ പറഞ്ഞ കാര്യത്തിന് മറുപടിയായി ഉത്തരം ചെയ്യുകയുള്ളൂ. തങ്ങളുടെ ദഅവത്ത് സ്വീകരിക്കാൻ, അത് കേൾക്കാൻ തയ്യാറില്ലാത്ത ആളുകളാണ് അവർ. അതുകൊണ്ടാണ് അവരത് സ്വീകരിക്കാത്ത. സങ്കടപ്പെടേണ്ടതില്ല. വൽ മൗതാ യബ്അസുഹുമുല്ലാഹ്, മരണമടഞ്ഞ ആളുകളെ യബ്അസുഹുമുല്ലാഹു, അല്ലാഹു അവരെ പുനർജന്മം നൽകി എഴുന്നേൽപ്പിക്കും. സുമ്മ ഇലൈഹി യുർജഊൻ, പിന്നെ അവങ്കിലേക്ക് മടക്കപ്പെടുകയും ചെയ്യുന്നതാണ്. വൽ മൗതാ, മരണപ്പെട്ടു പോയ ആളുകൾ യബ്അസുഹുമുല്ലാഹു, അല്ലാഹു അവരെ അല്ലാഹു അവർക്ക് പുനർജന്മം നൽകും. നമുക്ക് വിശദീകരിക്കാം. ഈ സൂറയിലെ 27 മുതൽ 30 വരെയുള്ള ആയത്തുകളിൽ ഇങ്ങനെ ഒരു പുനർജന്മം ലഭിച്ച് അള്ളാഹിന് മുമ്പിലും നരകത്തിന് മുമ്പിലും അവർ നിർത്തുന്ന രംഗം നമ്മൾ പഠിച്ചിരുന്നു. വലൗ തറാ ഇദ് വുഖിഫു അലന്നാർ എന്ന് തുടങ്ങുന്ന ആയത്തും വലൗ തറാ ഇദ് വുഖിഫു അലാ റബ്ബിഹിം എന്ന് തുടങ്ങുന്ന ആയത്തും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോ അല്ലദീന യസ്മഊന, കേൾക്കുന്ന ആളുകൾ മാത്രമാണ് മറുപടി പറയുക, ശരിയായ രൂപത്തിൽ കേൾക്കുന്ന ആളുകൾ. വൽ മൗതാ യബ്അസുഹുമുല്ലാഹു സുമ്മ ഇലൈഹി യുർജഊൻ. ഇവിടെ പരിശുദ്ധ ഖുർആനിന്റെ ഒരു ശൈലി പ്രയോഗമാണിത്. ഇവിടെയും ഇതുപോലെയുള്ള വേറെയും പല ആയത്തുകളിലും സത്യനിഷേധികളായ ആളുകളെ കുറിച്ച് മരിച്ചവർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അവർ മരണപ്പെട്ടവരാണ്. എന്താണ് അതിന്റെ കാരണം? അങ്ങനെ പ്രയോഗിക്കാൻ കാരണം എന്താ? സത്യനിഷേധത്തിൽ പൂണ്ട് പിടിച്ചു പോയത് കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ മരവിച്ചു പോയിട്ടുണ്ട്. അവിടെ ഹൃദയങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സത്യം ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തവർ എന്നാണ് അവിടെ ഉദ്ദേശം. മഹാന്മാരായ പൂർവ്വകാല മുഫ്സിറുകളെല്ലാം ഇങ്ങനെയാണ് അതിന് തഫ്സീർ പറഞ്ഞത്. അപ്പോൾ വൽ മൗതാനോട് പറഞ്ഞാൽ അത് കാഫിരീങ്ങളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞതാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അവർ മരിച്ചവരാണെന്ന് പറയാൻ കാരണം അവർ മരിച്ചവരെ പോലെയാണ്. അവർ ഹൃദയം മരിച്ചു പോയിട്ടുണ്ട്. ഹൃദയം ആകെ സത്യനിഷേധത്തിൽ മൂടുറച്ചു പോയിട്ടുണ്ട്. പിന്നെ ഒന്നും പറഞ്ഞാണ് കേൾക്കൂല. അവർ തയ്യാറാവൂല കേൾക്കാനോ സത്യം മനസ്സിലാക്കാനോ ചിന്തിക്കാനോ അവർ തയ്യാറല്ല. അതുകൊണ്ട് അവർ മരിച്ചവരെ പോലെയാണ്. മരിച്ചവരോട് ഉപദേശിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതേപോലെയാണ് അവരോട് ഉപദേശിച്ചത്. അതുകൊണ്ട് അങ്ങ് അവര് വരാത്തതിന്റെ പേരിൽ സങ്കടപ്പെടേണ്ട. അങ്ങനെ ഹൃദയ മരണമടഞ്ഞവരെ പോലെയുള്ള ആ സത്യനിഷേധികളൊക്കെ അല്ലാത്ത ഒരിക്കൽ അവന്റെ അടുക്കലേക്ക് ഒരുമിച്ച് കൂട്ടാനുണ്ട്. അന്ന് അവർക്ക് കാര്യങ്ങൾ ബോധ്യമാവും. അന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് പ്രത്യേകിച്ച് ഫലം ഉണ്ടാവുകയും ഇല്ല. ഇനി നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുന്നു. 37-ാമത്തെ ആയത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ യഥാർത്ഥ പ്രവാചകനാണ് എന്നതിന് ഒരുപാട് തെളിവുകൾ മുശ്രിക്കീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ കാട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഏതാ? പരിശുദ്ധ ഖുർആൻ തന്നെ. അന്ന് മാത്രമല്ല എക്കാലത്തും നിലനിൽക്കുന്ന മുഅ്ജിസത്താണ്. സൂറത്തുൽ അൻകബൂത്തിൽ 51-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല വിഷയം അവരോട് പച്ചയായി ചോദിക്കുന്നുമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യക്ഫിഹിം അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ യുത്ലാ അലൈഹിം. അവർക്ക് തെളിവായിട്ട് നാം
നിങ്ങൾക്ക് ഇറക്കി തന്ന ഈ ഗ്രന്ഥം തന്നെ പോരെ, അവരുടെ മേൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം തന്നെ പോരെ അവർക്ക് മതിയായ തെളിവായിട്ട്? കാരണം അവർ അറബ് ഭാഷ അറിയുന്ന ആളുകളാണ്, അറബി സംസാരിക്കുന്ന ആളുകളാണ്, അറബി ഭാഷ കൊണ്ട് അമ്മാനമാടുന്ന ആളുകളാണ്, അറിയപ്പെടുന്ന പല സാഹിത്യ കുലപതികൾ അവരുടെ കൂട്ടത്തിലുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടും പരിശുദ്ധ ഖുർആനിലെ ചെറിയ ഒരു സൂറത്ത് പോലെ ഒരു ചെറിയൊരു അധ്യായം കൊണ്ടുവരാൻ അല്ലെ അവരെ ശക്തമായ ഭാഷയിൽ ഖുർആൻ വെല്ലുവിളിച്ചിട്ടും ഇന്നും അതേ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയാതെ നിലനിൽക്കുകയാണ്. അവിടെ നിന്ന് മനസ്സിലാക്കാൻ പരിശുദ്ധ ഖുർആൻ എത്ര വലിയ മുഅ്ജിസത്താണ്, എത്ര വലിയ ദൃഷ്ടാന്തമാണ്. ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം പരിശുദ്ധ ഖുർആൻ അടക്കമുള്ള ദൃഷ്ടാന്തങ്ങളെല്ലാം കണ്ട് സത്യം മനസ്സിലാക്കുകയല്ല അവർ ചെയ്തത്. വീണ്ടും കൂടുതൽ കൂടുതൽ ദൃഷ്ടാന്തങ്ങൾ വെറുതെ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. വീണ്ടും ആവശ്യപ്പെടുന്നത് കണ്ടിട്ട് അംഗീകരിക്കാനല്ല, അതിന് മാത്രം ഓൾറെഡി അവർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അംഗീകരിക്കാനെങ്കിൽ അത് മതിയായിരുന്നു. പക്ഷേ മാത്സര്യ ബുദ്ധിക്ക് വേണ്ടി ധിക്കാര മനസ്ഥിതിയോടുകൂടി വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് നടത്തുമ്പോൾ അവർ പറയാണ്, മൂസാ നബി അലൈഹി സ്വലാമിന് വടിയുണ്ടായിരുന്നതിന് മുഅ്ജിസത്തായിട്ട് അതേ ഒരു വടി ഞങ്ങൾക്ക് കാണിച്ചു തരണം, ഒരു വടി വേണം. സാലിഹ് നബി അലൈഹി സ്വലാം ഒട്ടകം കൊടുത്തില്ലേ സാലിഹ് നബി അലൈഹി സ്വലാം സമുദായത്തിന് ദൃഷ്ടാന്തമായിട്ട്, അതുപോലെ ഞങ്ങൾക്കും അങ്ങനെ ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരണം. സൂറത്തുൽ ഇസ്രായിലെ 90 മുതൽ 93 വരെയുള്ള ആയത്തുകളിൽ അവർ ഇതേപോലെ ആവശ്യപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ആകാശത്ത് നിന്ന് കഷ്ണങ്ങൾ വീഴ്ത്തി തരണം, ഒന്നതാണ്. സ്വർണം കൊണ്ടുള്ളൊരു വീടുണ്ടാവണം, സഫാമല മുഴുവൻ സ്വർണമായി മാറണം. എന്നിട്ട് പിന്നെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആകാശത്തേക്ക് കയറിപ്പോയിട്ട് ഒരു കിതാബും കൂടെ മലക്കിനെയും കൊണ്ടുവരണം. ഇങ്ങനെയുള്ള പലവിധ നാനാജാതി ദൃഷ്ടാന്തങ്ങൾ അവർ ആവശ്യപ്പെടുകയാണ്. അതിനുള്ള മറുപടിയാണ് ഇനിയുള്ള 37-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. എന്താണ് ആ മറുപടി? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലുള്ള ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ അള്ളാഹുവിന് കഴിയും. പക്ഷേ പ്രശ്നം അവിടെയല്ല, കഴിയാത്തത് കൊണ്ടല്ല ഇറക്കിത്തരാത്തത്. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് അത്തരം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പിന്നെയും നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ നടപടിക്രമം അനുസരിച്ച് ഉടനെ നിങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് കഴിഞ്ഞ സമുദായങ്ങൾക്ക് സംഭവിച്ചത്. കഴിഞ്ഞ സമുദായങ്ങളിലെ ആളുകൾ പലരും അവരുടെ പ്രവാചകന്മാരെ അത്തരം ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരാൻ വെല്ലുവിളിക്കുകയും അത്തരം ദൃഷ്ടാന്തങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോ അത് സിഹറാണ്, മാരണമാണെന്ന് പറഞ്ഞ് തടിയൂരുകയും ചെയ്ത ആളുകളാണ്. അള്ളാഹു അവരെ നശിപ്പിക്കുകയാണ് പിന്നെ ചെയ്തത്. അപ്പൊ അള്ളാഹു പറയുന്നതിന്റെ ചുരുക്കം, ആ മറുപടിയുടെ ചുരുക്കം എന്താണ്? ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നത് മുൻഗാമികൾ അവർ നിഷേധിച്ചു കളഞ്ഞത് മാത്രമാണ്. നിങ്ങളും അങ്ങനെ ആയി പോകുമോ എന്ന് പേടിക്കുന്നു. അള്ളാഹുവിന്റെ നടപടിക്രമം ഇങ്ങനെയാണ് എന്ന് എന്താ നിങ്ങൾ അധികം പേർ മനസ്സിലാക്കാത്തത്? അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാത്തതിൽ വേറെയും ചില രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആ യാഥാർത്ഥ്യം മിക്ക ആളുകളും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. 37-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാലു ലൗലാ നുസില അലൈഹി ആയത്തുൻ മിർ റബ്ബിഹി ഖുൽ ഇന്നല്ലാഹ ഖാദിറുൻ അലാ അൻ യുനസില ആയ വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. വഖാലു, അവർ പറയുന്നു, അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, സത്യനിഷേധികൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, ലൗലാ, എന്തേ, നുസില അലൈഹി, അവതരിപ്പിക്കപ്പെടാത്തത് അദ്ദേഹത്തിനു മേൽ, ആയത്തുൻ മിർ റബ്ബിഹി, അള്ളാഹുവിന്റെ ഭാഗത്ത് ദൃഷ്ടാന്തം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തേ തന്റെ രക്ഷിതാവിന്റെ പക്കൽ നിന്ന് ദൃഷ്ടാന്തം ഇറക്കപ്പെടുന്നില്ല? ഖുൽ, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, ഖാദിറുൻ, കഴിവുള്ളവനാണ്, അലാ അൻ യുനസില ആയതൻ, ആ ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്. വലാകിന്ന, പക്ഷേ, അക്സറഹും, അവരിൽ ബഹുഭൂരിഭാഗം ആളുകളും, ലാ യഅലമൂന, കാര്യത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. ദൃഷ്ടാന്തം അവർക്ക് അവതരിപ്പിച്ച് കൊടുക്കാതിരിക്കാൻ പല കാരണങ്ങൾ കൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അതൊന്നും അവർ മനസ്സിലാക്കാതെയാണ് അവർ വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി 38-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി അല്ലാഹു തആല പറയാൻ പോകുന്നത് ഭൂമിയിലുള്ള ജീവികൾ, അവരൊക്കെ ഓരോ സമുദായമാണ്, ഓരോ വർഗമാണ്. പക്ഷികൾ അങ്ങനെയാണ്, ഒരു സമൂഹമാണ്, സമുദായമാണ്. മൃഗങ്ങൾ അങ്ങനെയാണ്, സാമൂഹികമായി ജീവിക്കുന്ന പിന്നെ ജീവികളും പക്ഷികളും ഒക്കെ ഉണ്ട്. അതിൽ ഓരോ സമൂഹങ്ങൾക്കും, അത് പക്ഷികളാവട്ടെ, മൃഗങ്ങളാവട്ടെ, മനുഷ്യരാവട്ടെ,
ഓരോന്നിനും അതതിന് ആവശ്യവും അനുയോജ്യവുമായ എല്ലാ വ്യവസ്ഥകളും മാർഗദർശനങ്ങളും അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. എല്ലാറ്റിൻ്റെയും നിലനിൽപ്പിനും വളർച്ചക്കും അഭിവൃദ്ധിക്കും വേണ്ടതൊക്കെ അല്ലാഹു തആല പ്രത്യേകം പ്രത്യേകം ചെയ്തു വെക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സമുദായം തന്നെയാണ് മനുഷ്യരെ നിങ്ങളും. പക്ഷിമൃഗാദികളെ പോലെ, മറ്റു ജന്തുജാലങ്ങളെ പോലെ നിങ്ങളും ഒരു സമൂഹമാണ്, ഒരു സമുദായമാണ്. അപ്പോ മറ്റു ജീവികളെക്കാൾ എത്രയോ ആദരണീയരായ ഉന്നത സ്ഥാനത്തുള്ള നിങ്ങളുടെ ജീവിത വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യം അല്ലാഹു തആല ചെയ്യാതിരിക്കുമോ? പക്ഷിമൃഗാദികൾ അടക്കമുള്ള സമൂഹങ്ങളുടെ ജീവിത വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ സംഗതികളും മാർഗദർശനവും ചെയ്തു കൊടുത്ത റബ്ബ് നിങ്ങൾക്ക് പിന്നെ അങ്ങനെ ചെയ്യാതിരിക്കുമോ? നിങ്ങൾ ആവശ്യപ്പെടുന്ന ദൃഷ്ടാന്തങ്ങൾ കാട്ടിത്തരുന്നതാണ് നിങ്ങളുടെ നന്മക്ക് ഗുണമെങ്കിൽ, ആവശ്യമെങ്കിൽ അതവൻ കാണിച്ചു തരിക തന്നെ ചെയ്യുമായിരുന്നു. പക്ഷെ അള്ളാഹുവിനറിയാം നിങ്ങൾക്കത് ഫലപ്രദമല്ല, ഗുണം ചെയ്യില്ല, അതുകൊണ്ടാണ് അത് ഇറക്കിത്തരാത്തത് എന്ന് ചുരുക്കം. തൊട്ടു മുമ്പുള്ള ആയത്തുമായി അങ്ങനെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആയത്തിനെ കണക്ട് ചെയ്യേണ്ടത്. മനുഷ്യ സമൂഹത്തിന് വേണ്ടതൊക്കെ അള്ളാഹു ചെയ്തു വെച്ചിട്ടുണ്ട്. വിശേഷ ബുദ്ധി കൊടുത്തിട്ടുണ്ട്. വിവേചന ശക്തി, ചിന്താശക്തി തുടങ്ങിയ പ്രത്യേകതകൾ മനുഷ്യ സമുദായത്തിന് പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട്. ആ ചിന്താശക്തി ഉപയോഗിച്ചിട്ട് ചിന്തിക്കണം, സന്മാർഗം തിരിച്ചറിയണം, സ്വീകരിക്കണം. ഇതാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള കൽപ്പനകൾ മനുഷ്യ സമുദായത്തിന് നൽകാൻ കാരണം ഈ വിശേഷ ബുദ്ധി നൽകി എന്നതാണ്. ബാക്കിയുള്ള ജീവജാലങ്ങൾക്ക് അങ്ങനെ ഒരു നിയമമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റു ജീവജാലങ്ങളെ പോലെ മനുഷ്യർ ചിന്തിക്കാതെ, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ കഴിഞ്ഞുകൂടേണ്ട ആളുകളല്ല. ഓരോരുത്തരുടെയും നന്മക്കും വിജയത്തിനും ആവശ്യമായ ഉപാധികൾ സ്വീകരിക്കാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ്. ആ നന്മയിലേക്കുള്ള വഴിയാണ് അല്ലാഹു തആല നിങ്ങളെ പ്രവാചകന്മാർ മുഖേന അയച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉത്ബോധനങ്ങൾ നൽകുന്നത്, സന്മാർഗം കാണിച്ചു തരുന്നത്. എന്താണ് 38ാമത്തെ ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി വലാ ത്വാഇരിൻ യതീറു ബിജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇ ثم إلى ربهم يحشرون. وما من دابة في الأرض, ഭൂമിയിലുള്ള ഏതൊരു ജീവിയും, വലാ ത്വാഇരിൻ, ഏതൊരു പക്ഷിയും, യതീറു ബിജനാഹിഹി, രണ്ട് ചിറകുകൾ കൊണ്ട് പറക്കുന്ന ഏതൊരു പക്ഷിയും, ഭൂമിയിലുള്ള ഏതൊരു ജീവിയും അല്ല, ഇല്ലാ ഉമമുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള സമൂഹങ്ങൾ അല്ലാതെ അല്ല. എന്ന് പറഞ്ഞാൽ അവ ഒക്കെ നിങ്ങളെപ്പോലെയുള്ള സമൂഹങ്ങൾ മാത്രമാണ്. ദാബത്ത് എന്ന് പറഞ്ഞാൽ ജീവികൾ. അപ്പൊ ഭൂമിയിലുള്ള ജീവികൾ, വലാ ത്വാഇരിൻ, പക്ഷിയും, യതീറു ബിജനാഹിഹി, ചിറകുകൾ കൊണ്ട് പറക്കുന്ന പക്ഷികളാവട്ടെ, ഭൂമിയിൽ ജീവിക്കുന്ന ജീവികളാവട്ടെ, ഇതൊക്കെ നിങ്ങളെപ്പോലെയുള്ള ഉമ്മത്തുകൾ അല്ലാതെ മറ്റൊന്നുമല്ല. അത് തന്നെയാണ്, നിങ്ങളെപ്പോലെയുള്ള സമൂഹങ്ങളാണ്. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇൻ, യാതൊരു ന്യൂനതയും ഈ ഗ്രന്ഥത്തിൽ നാം വരുത്തിയിട്ടില്ല. മാ ഫറത്നാ, നാം വീഴ്ച വരുത്തിയിട്ടില്ല, ഫിൽ കിതാബി, ഈ ഗ്രന്ഥത്തിൽ, മിൻ ഷൈഇൻ, ഒരു തരത്തിലുള്ള ന്യൂനതയും, ഒരു വീഴ്ചയും നമ്മൾ വരുത്തിയിട്ടില്ല. എല്ലാം ക്ലിയറായി കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ثم إلى ربهم يحشرون, പിന്നീട് ഇലാ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുക്കിലേക്ക്, യുഹ്ശറൂന, ഈ പറയപ്പെട്ട സമുദായങ്ങളൊക്കെ, അത് മനുഷ്യന്മാരാവട്ടെ, മൃഗങ്ങളാവട്ടെ, പക്ഷികളാവട്ടെ, അള്ളാഹുവിന്റെ അടുത്തേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. ثم إلى ربهم يحشرون, ശേഷം അവരുടെ രക്ഷിതാവിലേക്ക് അവർ ഒരുമിച്ച് കൂട്ടപ്പെടും. ആ ആയത്ത് നമ്മൾ വിശദീകരിക്കുകയാണ്. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇൻ, കിതാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ പരിശുദ്ധ ഖുർആൻ എന്ന ഉദ്ദേശമുണ്ട്. അതല്ല, വേറൊരു തഫ്സീർ പ്രകാരം ലൗഹുൽ മഹ്ഫൂദ് ആണ് ഉദ്ദേശം എന്നർത്ഥമുണ്ട്. ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ചെറുതും വലുതുമായ സർവ്വസംഗതികളും രേഖപ്പെടുത്തപ്പെട്ട ഒരു ഫലകം അല്ലെ, ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയും. അതാണ് ഒരു തഫ്സീർ. അല്ലെങ്കിൽ ഖുർആനാണ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഖുർആനിൽ ഒരു തരം വീഴ്ചയും വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും തെളിവുകളും അതിലുണ്ട്, വേണ്ടതുപോലെയുണ്ട്, ഒരു കുറവും അതിൽ വരുത്തിയിട്ടില്ല. ലൗഹുൽ മഹ്ഫൂദാണ് ഉദ്ദേശം നോക്കുമ്പോൾ അതിലെന്തായാലും ഒരു കുറവുമില്ല, എല്ലാ സംഗതികളും അതിലുണ്ട്, പൊതു സംഗതിയും അതിൽ വിട്ടുപോകാതെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. ഒരു മനുഷ്യന്റെ രണ്ട് ലോകവും, ഇഹലോകവും പരലോകവും ജയിച്ച് രക്ഷപ്പെടാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും പൊതുവായോ അല്ലെങ്കിൽ പ്രത്യേകമായോ പരിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതാണ് മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇൻ, കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശം ഖുർആനാണ് എന്ന് നോക്കുമ്പോൾ അതാണ്.
വലിയ വലിയ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ജീവജാലങ്ങളും പക്ഷികളും ഒക്കെ ഇല്ല ഉമ്മമിൻ അംസാലുക്കും നിങ്ങളെപ്പോലെയുള്ള സമുദായങ്ങൾ, സമൂഹങ്ങൾ മാത്രമാണ്. അതെ, നമ്മളെപ്പോലെയുള്ള സമൂഹങ്ങൾ തന്നെയാണ്. എന്താണ് അങ്ങനെ പ്രത്യേകം പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മളെപ്പോലെയുള്ള സമൂഹങ്ങളും സമുദായങ്ങളും തന്നെയാണ് അവ. അതുകൊണ്ട് അവയുടെ അവകാശങ്ങൾ നിങ്ങൾ വകവെച്ചു കൊടുക്കണം. നിങ്ങൾക്ക് അവകാശങ്ങളുള്ളതുപോലെ പക്ഷിമൃഗാദികൾക്കും അവകാശങ്ങളുണ്ട്, അത് വകവെച്ചു കൊടുക്കണം. ജന്തുജാലങ്ങളോട്, പക്ഷികളോട് ഒക്കെ നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ് എന്ന് നമ്മൾ ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കണം. പക്ഷി എന്ന് പറഞ്ഞാൽ എല്ലാം പൊട്ടു, കോഴി അടക്കം, തത്തമ്മ തുടങ്ങി നമ്മൾ വളർത്തു പക്ഷികൾ, കാക്ക, കുരുവി, എല്ലാം എല്ലാ പക്ഷി. മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ പൂച്ച മുതൽ എല്ലാ മൃഗങ്ങളും നമ്മൾ സാധാരണ അടുത്തറിയുന്ന, അടുത്തറിയാത്ത എല്ലാം ഒന്നിനെയും നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇപ്പൊ പൂച്ചയൊക്കെ ഉറങ്ങുകയാണെങ്കിൽ ശബ്ദമുണ്ടാക്കാതെ മെല്ലെ അപ്പുറത്തൊക്കെ അവിടെ പോവുക, ഉണർത്താതെ പോവുക. നമ്മളെ ബുദ്ധിമുട്ടിക്കാത്ത ജീവികളാണെങ്കിൽ, ഇപ്പോൾ ഉറുമ്പ് നമ്മളെ കടിക്കാത്ത, അല്ല നമുക്ക് ദ്രോഹം ഏൽപ്പിക്കാത്ത, മറ്റു നിലക്ക് ബുദ്ധിമുട്ടുകൾ ഏൽപ്പിക്കാത്ത ഉറുമ്പുകളാണെങ്കിൽ അതിന് ചവിട്ടി മെതിക്കാതാണ് നടന്നു പോവുക. ചവിട്ടി മെതിക്കണ്ട. നമ്മളെ കുട്ടികളെയും വേണ്ടപ്പെട്ടവരെയും അങ്ങനെ ശീലിപ്പിക്കുക. കണ്ടതിനൊക്കെ ചവിട്ടി മെതിച്ച് ഞെക്കി കൊന്ന്, അല്ലേ? അങ്ങനെ അത് ചില ആളുകളുടെ ഹോബിയാണ്. ഒരു ഉറുമ്പ് നിലത്ത് കൂടെ പോകുന്നുണ്ടെങ്കിൽ കാലിട്ട് അരക്കുക, ചവിട്ടി അരക്കുക. പൂച്ച അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ കാലുകൊണ്ട് കുറച്ച് ഉറക്കെ ശബ്ദം ഉണ്ടാക്കിയിട്ട് പോവുക, എന്നിട്ട് അതിനെ ബുദ്ധിമുട്ടിക്കുക. ഒരു ജീവികളെയും നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അവർക്ക് നമ്മളെപ്പോലുള്ള സമുദായങ്ങൾ തന്നെയാണ്. ജീവികളെ അറുക്കേണ്ടി വരികയാണെങ്കിൽ അറുക്കാൻ പറ്റുന്ന, അറുത്ത് ഭക്ഷിക്കാൻ അള്ളാഹു അനുവദിച്ച ജീവികളാണെങ്കിൽ ആ അറിവ് നന്നാക്കുക, നല്ല രൂപത്തിൽ അറക്കുക. പക്ഷിക്കൂടോ മറ്റോ തല്ലി തകർക്കരുത്. അതൊക്കെ പലർക്കും ഹോബിയാണ്. അല്ലെങ്കിൽ പരിക്ക് പറ്റിയ പക്ഷികളെയോ ജന്തുജാലങ്ങളെയോ കാണുമ്പോൾ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക, അതിനങ്ങനെ ഒഴിവാക്കി പോകരുത്. ഇന്ന് അതൊക്കെ ചികിത്സിക്കാനുള്ള വകുപ്പുകളും മാർഗങ്ങളും എമ്പാടുമുണ്ട്. അത്തരം ആളുകളെ അന്വേഷിച്ച് തേടിപ്പിടിച്ച് അവർക്ക് ഒന്നുകിൽ പോകാൻ വിളിച്ച് അവരൊന്ന് എടുത്തു കൊണ്ടുപോകും, അല്ലെങ്കിൽ അവരതിനെ പരിചരിക്കും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ അതിനെ സഹായിക്കുക, വിളിച്ചറിയിക്കുക. ഒരു ജീവനല്ലേ? അപ്പൊ അവയോട് കാരുണ്യം കാണിക്കുക, അവയുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക, വെള്ളം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ നല്ല നിലക്ക് വളർത്തുമെങ്കിൽ പക്ഷികളെയോ മറ്റോ ഒക്കെ കൂട്ടിലിട്ടും വളർത്താം എന്നതാണല്ല മസല. ഫിഖഹിന്റെ മസല അങ്ങനെയാണ്. പക്ഷികളെ ലവ് ബേർഡ്സ് പോലെയുള്ളതോ മറ്റോ ഒക്കെ തീറ്റ കൊടുത്ത് സന്തോഷിപ്പിച്ച് നല്ല പോലെ പരിപാലിച്ച് വളർത്താൻ കഴിയുമെങ്കിൽ ഇതിന് കൂട്ടൽ വളർത്തൽ അനുവദനീയം തന്നെയാണ്. وما من دابة في الأرض ولا طائر يطير بجناحيه إلا أمم أمثالكم. പക്ഷികളും മൃഗങ്ങളും ഒക്കെ നിങ്ങളെപ്പോലുള്ള സമുദായങ്ങളാണ്, സമൂഹമാണ്. അവയും സാമൂഹ്യ ജീവിതമാണ് നയിക്കുന്നത് എന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്, അല്ലേ? ഇപ്പോ ഈ സാമൂഹികമായ ജീവിത രീതിയാണ് അവരെ സംഘടിക്കാനും പരസ്പരം ഒരുമയോടെ ജോലി ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത്. പക്ഷികൾ, ഉറുമ്പുകൾ തുടങ്ങിയ പല ജീവികളും ഇങ്ങനെ സാമൂഹിക ജീവിതം നയിക്കുന്നവരാണ്. അവർക്ക് അവരുടേതായ നല്ല നല്ല സെറ്റപ്പുകളുണ്ട്. സമൂഹമായി ജീവിക്കുന്ന ആ കൂട്ടം ജീവികൾ അപകടത്തെക്കുറിച്ച് പരസ്പരം മുന്നറിയിപ്പ് നൽകാറുണ്ട്. ഭക്ഷണം ശേഖരിക്കാനും കൂടുണ്ടാക്കാനും കൂട്ടായി ഒരുമിച്ച് പ്രവർത്തിക്കാറുണ്ട്. പല കാര്യങ്ങൾക്കും അന്യോന്യം സഹായിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഉറുമ്പുകളൊക്കെ, അല്ലേ? ചിലപ്പോ കൂട്ടത്തിലുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ തന്നെ ബലി കൊടുക്കുന്ന, അല്ലെങ്കിൽ ജീവൻ തന്നെ വെടിയുന്ന ജീവികളുണ്ട്. മറ്റുള്ളവർ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ വെടിയുന്ന ജീവികൾ. അപ്പൊ ഓരോന്നിനും അവയുടേതായ സാമൂഹികമായ ചുറ്റുപാടുകളുണ്ട്, ആശയ സംവിധാനങ്ങളുണ്ട്. അള്ളാഹു നൽകിയ ബോധമനുസരിച്ച് മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരവാദിത്തങ്ങൾ കൂട്ടായി നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു അതിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും ഓരോ ഹിദായത്ത്, ഓരോന്നിനും മാർഗദർശനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ ജീവികൾക്കും കൊടുത്തിട്ടുണ്ടല്ലോ, അല്ലേ? അത്ഭുതമാണ് ജീവികളുടെ ലോകം. കഴിയുന്ന ആളുകളൊക്കെ സമയമുണ്ടെങ്കിൽ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നിപ്പോ സെർച്ച് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ എളുപ്പമാണല്ലോ. ജീവികളുടെ ലോകത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഇല്ലാ ഉമ്മമുൻ അംസാലുക്കും എന്ന് പറഞ്ഞത് ശരിക്കും മനസ്സിലാകും. ആട്ടെ, സുമ്മ ഇലാ റബ്ബിഹിം യുഹ്ശറൂൻ. ആയത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞത് എന്താ? പിന്നീട് അവരെല്ലാവരും അള്ളാഹുവിന്റെ അടുക്കിലേക്ക് മടക്കപ്പെടും. യുഹ്ശറൂൻ എന്നാണ് പറഞ്ഞത്.
ആയത്തിന് എന്ത് മനസ്സിലായി? മനുഷ്യരല്ലാത്ത ജീവികളെയും അല്ലാഹു തആല പുനർജീവിപ്പിക്കും. പരിശുദ്ധ ഹദീസിലും അത് വന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കടപ്പാടുകൾ കൊടുത്തു തീർക്കപ്പെടേണ്ടവർക്ക് ഖിയാമത്ത് നാളിൽ നിങ്ങളത് കൊടുത്തു തീർക്കേണ്ടി വരും. എത്രത്തോളം എന്നാൽ കൊമ്പില്ലാത്ത ആടിന് കൊമ്പുള്ള ആടിൽ നിന്ന് പ്രതികാര നടപടി സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ ദുന്യാവിൽ വെച്ചിട്ട് ആടുകൾ തമ്മിൽ കുത്തുകൂടിയപ്പോ ഒന്നിന് കൊമ്പുണ്ടായിരുന്നില്ല, മറ്റൊന്ന് കൊമ്പുണ്ടായിരുന്നു. കൊമ്പുള്ളത് കൊമ്പില്ലാത്തതിനെ കുത്തിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് രണ്ടുപേരെയും ഹാജരാക്കിയിട്ട് അള്ളാഹു തആല കൊമ്പില്ലാത്ത ആടിന് പ്രതികാരം ചെയ്യേണ്ട അവസരം ഉണ്ടാക്കി കൊടുക്കും. ഇലാ റബ്ബിഹിം യുഹ്ശറൂൻ, എല്ലാവരും അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഒരുപാട് ഹദീസുകളിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എല്ലാ ജീവികളെയും മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂട്ടിയിട്ട്, അതിൽ മൃഗങ്ങളുണ്ടാവും, പക്ഷികളുണ്ടാവും, എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹു തആല ഓരോരുത്തർക്കും ഇതേപോലെ പ്രതികാരം എടുക്കാനുള്ള അവസരം കൊടുത്തിട്ട് അവസാനം അവരോട് പറയും, കൂനി തുറാബ, നിങ്ങൾ മണ്ണായി മാറിക്കോളൂ, നിങ്ങൾക്ക് ഇനി സ്വർഗമോ നരകമോ ഒന്നുമില്ല, പ്രതികാരത്തിനുള്ള അവസരം കൊടുക്കണം, എന്നിട്ട് നിങ്ങൾ മണ്ണായി മാറിക്കോളൂ എന്ന് പറയും. ആ സമയത്താണ് അവിടെ കൂടിയ ആളുകൾ, കാഫിരീങ്ങളായ സത്യനിഷേധികളായ ആളുകൾ, ദുന്യാവിൽ നിഷേധം സ്വീകരിച്ച് നിഷേധത്തിന് മരണപ്പെട്ടു പോയ ആളുകൾ ഖേദിക്കുക, ഞങ്ങളോടും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, മണ്ണായി പോകാൻ, എന്നാൽ ഈ വിചാരണയും നരകവും ഒന്നും ഏൽക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ഇങ്ങനെ ഈ ജീവികളോട് അള്ളാഹു തആല അങ്ങനെ കൂനി തുറാബ എന്ന് പറയുമ്പോ മനുഷ്യന്മാര് ബേജാറി നിൽക്കുന്ന രംഗം ഈ ജീവികൾ കാണുമത്രേ. ആ ജീവികൾ പറയുമത്ര, അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലം യജ്അൽനാ മിസ്ലകും ഫലാ ജന്നത നർജു വലാ നാറ നഖാഫ്. അവർ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ആ പക്ഷിമൃഗാദികൾ അടക്കമുള്ള മുഴുവൻ ജന്തുക്കളും അവരോട് കൂനി തുറാബ എന്ന് പറയുമ്പോൾ നമ്മളടക്കമുള്ള മനുഷ്യരുടെ വേവലാതിയും ബേജാറും കാണുമ്പോൾ പറയുമത്രേ, അള്ളാഹുവിന് എത്ര സ്തുതി, ഞങ്ങളെ നിങ്ങളെ പോലെ ആക്കിയില്ലല്ലോ അവൻ, ഞങ്ങൾക്കിനി നരകവുമില്ല സ്വർഗവുമില്ല, ഞങ്ങളോട് മണ്ണാകാൻ പറഞ്ഞിട്ടുണ്ട് എന്നവർ ആശ്വാസം കൊള്ളുമത്രേ. 39-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച ആളുകളുടെ അവസ്ഥയാണ് ഇനി പറയുന്നത്. അതായത് അവർ സത്യത്തിൽ ബധിരന്മാരാണ്, ഊമകളാണ്. എന്താണ് പറയാൻ കാരണം? തെളിവുകളൊന്നും ശ്രദ്ധിക്കാതെ, അതിനെക്കുറിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാതെ കഴിഞ്ഞുകൂടുന്ന ആളുകളെ ഇരുട്ടുകളിൽപ്പെട്ട ബധിരമൂകന്മാരോട് അല്ലാഹു ഉപമിച്ചിരിക്കുകയാണ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടായാൽ അത് തന്നെ വലിയ ഇടങ്ങേറുള്ള വസ്തുതയാണ്. രണ്ടും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. മൂകനുമാണ്, ബധിരനുമാണ്, ഊമയുമാണ്. ഒന്നുണ്ടായാൽ തന്നെ ജീവിതം കഷ്ടത്തിലായിരുന്നു. ഇത്തരം ആളുകൾ പരാജിതരാണ്. ഈ പറഞ്ഞ രണ്ട് ന്യൂനതകൾക്ക് പുറമെ കട്ട പിടിച്ച ഒരുപാട് ഇരുട്ടുകൾക്കുള്ളിലാണ് അവർ. എന്തൊക്കെ അന്ധകാരങ്ങളുണ്ടോ ആ അന്ധകാരങ്ങളുടെ ഒക്കെ സമന്വയത്തിലാണ് അവർ. അന്ധകാരങ്ങൾ എന്ന ബഹുവചനമാണ് ആയത്തിൽ അല്ലാഹു തആല പ്രയോഗിച്ചത്. ഈ അർത്ഥം മനസ്സിലാവാനാണ് അങ്ങനെ ബഹുവചനം പ്രയോഗിച്ചത്. ഒരുപാട് അന്ധകാരങ്ങൾ, എന്തൊക്കെ ഇരുട്ടുകളുണ്ടോ ആ ഇരുട്ടുകളിലൊക്കെയാണ്. ഇങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കാത്ത ആളുകൾ. 39-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന കസ്സബൂ ബിആയാതിനാ സുമ്മുൻ വബുക്മുൻ ഫിദ്ദുലുമാത് മൻ യശഇല്ലാഹു യുദ്ലിൽ വമൻ യശഅ യജ്അൽഹു അലാ സിറാത്തിൻ മുസ്തഖീം. വല്ലദീന കസ്സബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, നമ്മുടെ സൂക്തങ്ങൾ നിഷേധിച്ച ആളുകൾ, സുമ്മുൻ അവർ ബധിരരാണ്, വബുക്മുൻ അവർ ഊമകളുമാണ്, ഫിദ്ദുലുമാതി അവർ പലതരം ഇരുട്ടുകളിലുമാണ്, മൻ യശഇല്ലാഹു അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അല്ലാഹു ആരെയാണോ ഉദ്ദേശിക്കുന്നത്, യുദ്ലിൽഹു അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ ദുർമാർഗത്തിലാക്കുന്നു, വമൻ യശഅ അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ യജ്അൽഹു അലാ സിറാത്തിൻ മുസ്തഖീം അവൻ നേർവഴിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. വിശദീകരിക്കാം. വല്ലദീന കസ്സബൂ ബിആയാതിനാ സുമ്മുൻ വബുക്മുൻ, അവര് ബധിരരും ഊമകളുമാണെന്ന് പറയാൻ കാരണം അവർക്ക് അള്ളാഹു നൽകിയ ആ കേൾവിയും കാഴ്ചയും ഒന്നും ശരിയായ രൂപത്തിൽ ഉപയോഗിച്ചില്ല എന്നത് തന്നെ.
ശരിയായ രൂപത്തിൽ അവനത് ഉപയോഗിച്ചു. അവരുടെ കണ്ണാവട്ടെ, കാതാവട്ടെ, ചിന്തയാവട്ടെ, സംസാരശേഷിയാവട്ടെ, മറ്റെന്തോ എന്തൊക്കെ അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ടൊന്നും ശരിയായ രൂപത്തിൽ കാണേണ്ടതുപോലെ കണ്ടില്ല, കേൾക്കേണ്ടതുപോലെ കേട്ടില്ല, ചിന്തിക്കേണ്ടതുപോലെ ചിന്തിച്ചില്ല, സംസാരിക്കേണ്ടതുപോലെ സംസാരിച്ചില്ല. സുമ്മൻ ലബുക്കും, അതാണ് അങ്ങനെ പറയുന്നത്. സത്യവും യാഥാർത്ഥ്യവും കണ്ടറിയാനോ കേട്ട് മനസ്സിലാക്കാനോ മറ്റവരോട് ചോദിച്ചറിയാനോ അവർക്ക് കഴിയില്ല. അതിനവർ മുതിരുകയില്ല. ഇങ്ങനെയുള്ളവരെ കുറിച്ചാണ് അള്ളാഹു തആല യുദ്ലിൽഹു എന്ന് പറഞ്ഞത്. അവരെ അള്ളാഹു വഴിപിഴപ്പിക്കും എന്നാണ് അതിന്റെ അർത്ഥം. മൻ യശഇല്ലാഹു യുദ്ലിൽഹു, അള്ളാഹു ആരെ വഴി പിഴപ്പിക്കാൻ ഉദ്ദേശിച്ചോ അവനെ വഴിപിഴപ്പിക്കും. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ശരിക്കും മനസ്സിലാക്കുക. എന്തൊക്കെ എത്രയൊക്കെ അനുകൂല സാഹചര്യങ്ങളും നല്ല നല്ല തെളിവുകളും ഉണ്ടെങ്കിലും ഈ നിഷേധിയായ മനുഷ്യന് വിശ്വസിക്കൂല എന്ന് അള്ളാഹുവിനറിയാം. അതേസമയം തെളിവുകളെക്കുറിച്ചും മറ്റും ശ്രദ്ധിച്ചു മനസ്സിലാക്കി സത്യാസത്യങ്ങൾ കണ്ടെത്താൻ തയ്യാറുള്ള ആളുകൾ നേർമാർഗം കണ്ടെത്തുക തന്നെ ചെയ്യും, അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യും. ഇവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ സഹായവും മറ്റും ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇത്തരക്കാരെ പറ്റിയാണ് അള്ളാഹു തആല വമൻ യശഅ യജ്അൽഹു അലാ സിറാത്തിൻ മുസ്തഖീം എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അള്ളാഹു അവർ നേർമാർഗത്തിലേക്ക് നയിക്കും, അല്ലെങ്കിൽ നേർമാർഗത്തിലാക്കും എന്ന് പറഞ്ഞത് ഇത്തരക്കാരെ കുറിച്ചാണ്. അല്ലാതെ ഒരു വ്യവസ്ഥയോ മാനദണ്ഡമോ ഒന്നും കൂടാതെ കുറെ ആളുകൾ അള്ളാഹു തആല സന്മാർഗത്തിലും കുറെ ആളുകളെ ദുർമാർഗത്തിലും ആക്കും എന്നല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം. വേറെയും പല സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ ഇത്തരം പ്രയോഗങ്ങൾ കാണാം. അതെല്ലാം നമ്മൾ ഈ പറഞ്ഞ അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അവരെ കൽപ്പിച്ചു കൂട്ടി അങ്ങനെ വഴിവെപ്പിച്ചു കളയുകയല്ല ചെയ്യുന്നത്, അവരായിട്ട് വരുത്തി വെച്ചതാണത്. അവർക്ക് കണ്ണ് കൊടുത്തിട്ടുണ്ട്, കാത് കൊടുത്തിട്ടുണ്ട്, ചിന്താശേഷി കൊടുത്തിട്ടുണ്ട്, സംസാരശേഷി കൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും വേണ്ട രൂപത്തിൽ ചെലവഴിക്കാതെ അല്ലെങ്കിൽ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താതെ എത്ര അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും എത്ര കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടും അത് കാണാനോ കേൾക്കാനോ ചിന്തിക്കാനോ തയ്യാറാവില്ല. അത് അള്ളാഹുവിനറിയാം. അപ്പൊ അവർ തന്നെ വരുത്തി വെച്ച് അവർ തന്നെ ആ വഴിയിലേക്ക് തെരഞ്ഞെടുത്ത് അങ്ങോട്ട് പോവുകയാണ്. അവർ ഒരിക്കലും ഇങ്ങോട്ട് വരൂല. അവരങ്ങനെ പോകൂ എന്ന് നേരത്തെ അള്ളാഹുവിനറിയാം. ഇതാണ് അള്ളാഹു അവരെ അങ്ങനെ വിടും എന്ന് പറഞ്ഞത്. അല്ലാതെ ഒരു ന്യായവുമില്ലാതെ കുറെ ആൾക്കാർ സന്മാർഗത്തിലും കുറെ ആൾക്കാർ ദുർമാർഗത്തിലും അങ്ങനെയല്ല. പരിശുദ്ധ ഖുർആനിൽ വരുന്ന ഇത്തരം പ്രയോഗങ്ങളുടെ അർത്ഥം ഈ പറഞ്ഞതുപോലെ മനസ്സിലാക്കുന്നു. 40-41 ആയത്തിലേക്ക് നമ്മൾ കടക്കുക. ഇനി നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന സത്യനിഷേധികളും ബഹുദൈവ വിശ്വാസികളും ഒക്കെ അള്ളാഹുവിനെ അല്ലാത്ത മറ്റേതൊക്കെ സംഗതികളെ വിളിച്ച് അല്ലെങ്കിൽ ആരാധിച്ച് ദുആ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടോ അവരൊക്കെ എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിക്കുന്ന സമയത്ത് അവരുടെ ആ ദൈവങ്ങളെ ഒക്കെ മറന്ന് അള്ളാഹുവിനെ വിളിച്ച് രക്ഷിക്കാൻ ആവശ്യപ്പെടും എന്നാണ് ഇനി പറയുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അള്ളാഹു എന്ന പേര് വിളിച്ചില്ലെങ്കിലും ദൈവം തന്നെ വിളിച്ചു പോകും, അല്ലെങ്കിൽ അതിനെ തത്തുല്യമായ സംഗതികളെ വിളിച്ചു പോകും. അതുവരെ അവർ ആരാധിച്ചിരുന്ന മറ്റൊന്നിനെയും അവർ വിളിക്കൂല. ബിംബങ്ങൾ പോലെയുള്ള പലതും ഇലാഹുകളാണെന്ന് വിശ്വസിച്ച് അതിനെയൊക്കെ അള്ളാഹുവിനോട് പങ്കുചേർത്ത മുശ്രിക്കുകൾ, അവരെ പോലെയുള്ള ആളുകൾ അവർക്ക് വല്ല ആപത്തും നേരിടുമ്പോൾ ഈ മറ്റു വസ്തുക്കളെ ഒഴിവാക്കി അള്ളാഹുവിന് മാത്രം വിളിച്ച് രക്ഷപ്പെടാൻ അപേക്ഷിക്കും. അതവരുടെ പതിവായിരുന്നു. മുശ്രിക്കുകൾ പ്രത്യേകിച്ച് മക്കയിലും മുശ്രിക്കുകൾ പ്രത്യേകിച്ച് അങ്ങനെയായിരുന്നു. എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ അള്ളാഹു എന്ന് വിളിക്കും. കാരണം അത്തരം സന്ദർഭങ്ങളിൽ സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്നവർക്കറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോ അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ആ വിപത്ത്, ആ ആപത്ത് ഇഹലോകത്ത് വെച്ച് അള്ളാഹുത്താല അവർക്ക് അകറ്റിക്കൊടുക്കുകയും ചെയ്യും. എന്താണ് ഈ ഒരു വിഷയം പറഞ്ഞ് അള്ളാഹുത്താല മനസ്സിലാക്കി തരുന്നത്? ആപത്തുകൾ അകറ്റാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമാണ് എന്ന് ഈ പറഞ്ഞതുപോലെ ഇത്രയും കൃത്യമായി അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ടും അള്ളാഹുവിനോട് മറ്റുള്ളവരെ പങ്കുചേർക്കുക എന്നതും അള്ളാഹുവിനെ പോലെ ഇലാഹുകളാക്കി വെക്കുക എന്നതും എത്രമാത്രം ഗുരുതരമായ വിഷയമാണ്. അത് മനസ്സിലാക്കി തരാനാണ് അള്ളാഹു തആല ഇത് പറയുന്നത്. അപ്പൊ സഹായം ആവശ്യം ഉണ്ടാവുമ്പോൾ സാക്ഷാൽ തമ്പുരാനെ വിളിക്കും. എന്നിട്ട് അതേ അള്ളാഹുവിന്റെ കൂടെ തന്നെ മറ്റുള്ളവരെ പങ്കുചേർത്ത് ആരാധിക്കുകയും ചെയ്യും. 40-41 നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഖുൽ അറഅയ്തകും ഇൻ അതാകും അദാബുല്ലാഹി ഔ അതത്കും അസ്സാഅതു അഗൈറല്ലാഹി തദ്ഊന ഇൻ കുൻതും സാദിഖീൻ ബൽ ഇയ്യാഹു തദ്ഊന ഫയക്ഷിഫു മാ തദ്ഊന ഇലൈഹി ഇൻ ശാഅ വതൻസൗന മാ തുശ്രികൂൻ. ഖുൽ നബിയെ അങ്ങോട് ചോദിക്കണം, അറഅയ്തകും നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക, ഇൻ അതാകും അദാബുല്ലാഹി നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശിക്ഷ വന്നാൽ, ഔ അതത്കും അസ്സാഅതു അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ ആസന്നമായാൽ, നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ ശിക്ഷ വരികയോ ചെയ്താൽ, അഗൈറല്ലാഹി അല്ലാഹുവിനെ അല്ലാത്തവരെയാണോ തദ്ഊന നിങ്ങൾ വിളിക്കുക, ഇൻ കുൻതും സാദിഖീൻ നിങ്ങൾ സത്യവാദികളാണ് എങ്കിൽ എന്ന് പറഞ്ഞു തരൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ശിക്ഷകളോ ഖിയാമത്ത് നാളോ മറ്റാപത്തുകളോ ഒക്കെ വരുമ്പോ അള്ളാഹു അല്ലാത്തവരോട് തന്നെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുക? അഗൈറല്ലാഹി തദ്ഊൻ അള്ളാഹു അല്ലാത്തവരെ തന്നെയാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക? അള്ളാഹു തആല മറുപടി പറയണം, ബൽ അല്ല, ഇയ്യാഹു അള്ളാഹുവിനെ തന്നെയാണ് തദ്ഊന നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക. ബൽ അങ്ങനെയല്ല, ഇയ്യാഹു അള്ളാഹുവിനെ തന്നെയാണ് തദ്ഊന നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പോ ഫയക്ഷിഫു അള്ളാഹു തആല നീക്കിത്തരും മാ തദ്ഊന ഇലൈഹി നിങ്ങൾ നീങ്ങിക്കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിച്ച ആ വിപത്ത്, അതായത് ഏതൊന്നിനായി നിങ്ങൾ കേണ്ടപേക്ഷിച്ചുവോ അത് അള്ളാഹു തആല നീക്കിത്തരും ഇൻഷാ അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ. അവൻ ഉദ്ദേശിച്ചാൽ ആ വിപത്ത് നിങ്ങൾക്ക് നീക്കിത്തരും. വതൻസൗന മാ തുശ്രികൂൻ അള്ളാഹുവിനോട് പങ്കു ചേർത്ത ആളുകളെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യും, മറന്നുകളയുകയും ചെയ്യും. നിങ്ങൾ അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ അള്ളാഹുമായി പങ്കു ചേർത്തിരുന്ന എല്ലാറ്റിനെയും മറന്നുകളയും, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ വിളിക്കും. വതൻസൗന നിങ്ങൾ മറന്നുകളയുകയും ചെയ്യും, മാ തുശ്രികൂന നിങ്ങൾ പങ്കു ചേർത്തിരുന്നുവൊക്കെ. 42 43 കിടക്കുന്നു നമ്മൾ. മനുഷ്യർക്ക് പല രൂപത്തിൽ അള്ളാഹു തആല ശിക്ഷകൾ അയക്കുന്നത്, പല സമയത്തും പല വിപത്തുകളും അയച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? മനുഷ്യന്മാർ നന്നാവാൻ വേണ്ടിയാണ്. അവർ വിനയം കാണിക്കാൻ വേണ്ടി, അനുസരണം കാണിക്കാൻ വേണ്ടിയാണ്, ചിന്തിക്കാൻ വേണ്ടിയാണ്. ഇനിയുള്ള 42 43 അതാണ് അല്ലാഹു തആല പറയുന്നത്. ആപത്തുകൾ വരുന്ന സമയത്ത് ചിന്തിക്കുന്ന ആളുകൾ എന്താ ചെയ്യുക? വേഗം ഉണർന്ന് പ്രവർത്തിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലും, തൗബ ചെയ്ത് ഖേദിച്ച് സത്യത്തിലേക്ക് മടങ്ങും, അള്ളാഹുവിനനുസരിക്കാൻ തയ്യാറാകും. അതേസമയം ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ തയ്യാറാകാത്ത, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സുമ്മും ബുക്കുമായിട്ടുള്ള ആളുകൾ, അവർ എത്ര തന്നെ ആപത്തുകളോ പരീക്ഷണങ്ങളോ അനുഭവിക്കേണ്ടി വന്നാലും അതൊന്നും അള്ളാഹുവിന്റെ താക്കീതാണ് എന്ന് മനസ്സിലാക്കുകയില്ല. അവരുടെ ഹൃദയങ്ങൾ അത്രക്കും ദുർമാർഗത്തിൽ അടിയുറച്ചു പോയിട്ടുണ്ടാകും. അങ്ങനെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ, എന്ത് പരീക്ഷണങ്ങൾ കണ്ടിട്ടും റബ്ബിന്റെ താക്കീതാണ് എന്ന് മനസ്സിലാക്കാത്ത ഒരു ഘട്ടത്തിലെത്തുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് 44-ാമത്തെ നമുക്ക് പഠിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇപ്പൊ നോക്കൂ 42 43. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാഇ ലഅല്ലഹും യതദറഊൻ. വലഖദ് അർസൽനാ തീർച്ചയായും നമ്മൾ അയച്ചിട്ടുണ്ട്, ഇലാ ഉമമിൻ മിൻ ഖബ്ലിക അങ്ങയുടെ മുമ്പുള്ള സമുദായങ്ങളിലേക്ക് ഒരുപാട് ദൂതന്മാരെ നാം അയച്ചിട്ടുണ്ട്. അങ്ങനെ ഫഅഖദ്നാഹും ആ സമുദായം അവരൊക്കെ നിഷേധിച്ചപ്പോ, ധിക്കരിച്ചപ്പോ, ഫഅഖദ്നാഹും നമ്മൾ അവർ പിടികൂടി, ബിൽ ബഅസാഇ കഷ്ടതകൾ കൊണ്ട്, ഞെരുക്കം കൊണ്ട്, വദ്ദറാഇ ദുരിതങ്ങൾ കൊണ്ട്. നാം ഒരുപാട് ദൂതന്മാർ നിങ്ങൾ മുമ്പുള്ള സമുദായങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. അവർ ആ പ്രവാചകന്മാർ നിഷേധിച്ചപ്പോ ഫഅഖദ്നാഹും നമ്മൾ അവർ പിടികൂടി, ബിൽ ബഅസാഇ കഷ്ടതകൾ കൊണ്ട്, വദ്ദറാഇ ദുരിതങ്ങൾ കൊണ്ടും. എന്തിനാണെന്നറിയോ? ലഅല്ലഹും യതദറഊൻ അവർ വിധേയത്വമുള്ളവരാൻ വേണ്ടി, വിനയമുള്ളവരാവാൻ വേണ്ടി, അവരിതൊന്ന് കണ്ടുപഠിച്ച് സത്യത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടി. ലഅല്ലഹും യതദറഊൻ. ബഅസാ ദറാ നമ്മൾ ഒന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ബഅസാ എന്ന് പറഞ്ഞാൽ സമ്പത്തുമായി ബന്ധപ്പെട്ട ആപത്തുകൾക്കാണ് ബഅസാ എന്ന് പറയുന്നത്. സാമ്പത്തികമായി വലിയ പ്രയാസത്തിൽ വരും, പരീക്ഷണങ്ങൾ വരും. പിന്നെ ദറാ എന്ന് പറഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ പ്രയാസങ്ങൾ. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, നോക്കൂ 43-ാമത്തെ ആയത്തിൽ, ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തദറഉ ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തദറഉ വലാകിൻ ഖസത് ഖുലൂബുഹും വസയ്യന ലഹും അശ്ശൈത്വാനു മാ കാനൂ യഅമലൂൻ. ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ എന്നിട്ട് നമ്മുടെ ശിക്ഷ വന്നെത്തിയപ്പോ തദറഉ എന്തേ അവർ വിധേയത്വം കാണിച്ചില്ല?
ഫലൗല, എന്തേ അവർ അങ്ങനെ ചെയ്യാതിരുന്നത്? തളർറൗ, എന്തേ അവർ വിധേയത്വം കാണിക്കാതിരുന്നത്? വിനയാന്വിതരാമായിരുന്നു എന്തേ? വലാക്കിൻ, എന്താ സംഭവിച്ചത്? വലാക്കിൻ, പക്ഷേ ഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തു പോവുകയായിരുന്നു. മാത്രമല്ല വസയ്യന ലഹും ശൈത്താനു മാ കാനൂ യഅമലൂൻ, അവർ ചെയ്യുന്ന പ്രവൃത്തികളെ പിശാച് ഭംഗിയാക്കി അലങ്കൃതമാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ അവര് ഇത്തരം ആപത്തുകളും ശിക്ഷകളും പരീക്ഷകളും വരുമ്പോ അള്ളാഹുവിന്റെ താക്കീതാണെന്ന് മനസ്സിലാക്കാതെ വിനീത വിധേയരാകാതിരുന്നത് എന്താ കാരണം? ഒന്ന്, അവരുടെ ഹൃദയം കടുത്തുപോയിരുന്നു. മാത്രമല്ല അവർ ചെയ്യുന്ന പണികളൊക്കെ നല്ല പണികളാണ് എന്ന് പിശാച് അവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ചെയ്തോളൂ, നിങ്ങൾ ചെയ്യണത് നല്ലത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അലങ്കൃതമായി കാണിച്ചു കൊടുത്തിരുന്നു. ജയ്യന എന്ന് പറഞ്ഞാൽ ഭംഗിയാക്കി കാണിച്ചു കൊടുത്തു. കസത്ത് എന്ന് പറഞ്ഞാൽ കടുത്തു പോകുക. അസ്വത്തുൽ ഖൽബ് എന്നാണ് പറയുക, ഹൃദയം കടുത്തു പോകുന്നത്, ഹൃദയം കഠിനതരമാവുക. അസ്വത്തുൽ ഖൽബ് വളരെ ഗുരുതരമായ വിഷയമാണ്. അതിന് വന്നു കഴിഞ്ഞാൽ പിന്നെ നന്മകൾ ഉള്ളിലോട്ട് കയറൂല, വലിയ പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മുടെ ഹൃദയത്തിന് കാഠിന്യം വരാതിരിക്കാൻ നമ്മൾ പരമാവധി യത്നിക്കും. ആ കാഠിന്യം കസ്വത്തുൽ ഖൽബ് സംഭവിക്കാതിരിക്കാൻ ഒരുപാട് മാർഗങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിന് കസ്വത്ത് വരാനുള്ള കാരണങ്ങളും എണ്ണി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദിക്ർ അവഗണിക്കുക, ഇത് ഹൃദയം കടുത്തു പോകാനുള്ള ഒരു കാരണമാണ്. അള്ളാഹു തആല വ്യക്തമായി പറഞ്ഞതാണ്, എന്റെ ദിക്റിനെ അവഗണിച്ചാൽ അവന് ഇടുങ്ങിയ ജീവിതമാണ് ഉണ്ടാവുക. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്ന മുഅ്മിനായ മനുഷ്യൻ അവൻ ജീവിച്ചവനാണ്, ജീവനുള്ളവനെ പോലെയാണ്. ദിക്ർ ചൊല്ലാതെ നടക്കുന്ന മുഅ്മിൻ മയ്യിത്തിനെ പോലെയാണ്. ദിക്റുകൾ കൊണ്ട് നടക്കുന്നിടത്താണ് കാര്യം എന്നർത്ഥം. അതാണ്, അപ്പോഴാണ് മനുഷ്യൻ ജീവസുറ്റവനാവുക. ഖസ്വത്തുൽ ഖൽബ് വരുന്ന രണ്ടാമത്തെ ഒരു കാരണം നിർബന്ധ ബാധ്യതകളിൽ മനുഷ്യന് വീഴ്ച വരുത്തുക. നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾക്ക് വീഴ്ച വരുത്തുക. അതുപോലെ ഹറാമായ മുതൽ ഭക്ഷിക്കുക, ഉപയോഗിക്കുക, കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, അതിനെ പരസ്യമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ നമ്മുടെ ഹൃദയം കടുത്തു പോകാനുള്ള കാരണങ്ങളാണ്. അതേപോലെ ദീൻ പഠിക്കാതിരിക്കുക, ദീനിയാ വിഷയങ്ങൾ പഠിക്കാൻ താല്പര്യപ്പെടാതിരിക്കുക, സ്വന്തം ശരീരം പറയുന്നതനുസരിച്ച് ദേഹേച്ഛകൾക്കനുസരിച്ച് പ്രവർത്തിക്കുക, പുത്തനാശയക്കാരായ ഉൽപ്പതിഷ്ണുക്കളായ ആളുകളെ കൂടെ കൂടുക, അഹങ്കാരം കൊണ്ട് നടക്കുക, മോശമായ സ്വഭാവം കൊണ്ട് നടക്കുന്നതൊക്കെ ഖസ്വത്തുൽ ഖൽബ് വരുത്തുന്ന കാരണങ്ങളാണ്. അതേപോലെ തന്നെയാണ് ദുന്യാവിൽ വഞ്ചിതനാവുക, അനുവദനീയമായ സംഗതികൾ തന്നെ ഓവറായിട്ട് ചെയ്യുക അല്ലെങ്കിൽ അനുഭവിക്കുക, ഒരു നിയന്ത്രണം വേണ്ടതൊക്കെ അല്ലേ. അതേപോലെ ഒരുപാട് കളിതമാശകളിൽ മുഴുകുക, വെറും വിനോദവും കളിയിലും ചിരിയിലുമായ ജീവിതം കഴിച്ചുകൂട്ടുക, ഇതൊക്കെ ഹൃദയകാഠിന്യം വരുത്തുന്ന, ഖസ്വത്തുൽ ഖൽബ് വരുത്തുന്ന വിഷയങ്ങളാണ്. നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ, ആമീൻ. ഇനി 44-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? നേരത്തെ പറഞ്ഞ ആ ഘട്ടത്തിലെത്തുമ്പോൾ, അതായത് എത്ര തന്നെ ആപത്തുകൾ അനുഭവിക്കേണ്ടി വന്നാലും അതൊന്നും അള്ളാഹുവിന്റെ താക്കീതാണ് എന്ന് മനസ്സിലാക്കാതെ ഹൃദയങ്ങൾ കടുത്തു പോകുന്ന ഒരു ഘട്ടത്തിലെത്തിയാൽ എന്ത് സംഭവിക്കും എന്നാണ് ഇനി അള്ളാഹു തആല പറയുന്നത്. എന്താ സംഭവിക്കുക? ഭൗതിക സുഖങ്ങളുടെ എല്ലാ കവാടങ്ങളും അള്ളാഹു തആല അവർക്ക് മുന്നിൽ മലർക്കെ തുറന്നിടും. എല്ലാം, ദുന്യാവ് മൊത്തം തുറന്നു കൊടുക്കും. എല്ലാ സുഖങ്ങളും, ബിസിനസ്സിലും കൃഷിയിലും ഒക്കെ നല്ല ലാഭമുണ്ടാവും, ഒരുപാട് നല്ല നല്ല മക്കളുണ്ടാവും, നല്ല ആരോഗ്യമുണ്ടാവും, നല്ല പേരും പ്രശസ്തിയും ഉണ്ടാവും. ഇതെല്ലാം അള്ളാഹു തആല വാരിക്കോരി അങ്ങോട്ട് കൊടുക്കും. ഇതൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത്, ഇതിങ്ങനെ കാണുമ്പോൾ അവർ വിചാരിക്കും, അള്ളാഹ്ക്ക് ഞങ്ങളുടെ വലിയ ഇഷ്ടമാണ്, ഞങ്ങൾ ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടും അള്ളാഹിനെ ഞങ്ങൾ ധിക്കരിച്ചിട്ടും അള്ളാഹ് ഞങ്ങൾക്കത് വാരിക്കോരി തരുന്നു, ഞങ്ങളുടെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തെറ്റിദ്ധാരണയാണത്. അള്ളാഹു അവർക്കൊക്കെ അയച്ചു വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവരങ്ങനെ ആനന്ദിച്ച് അറമാദിച്ചു കൊണ്ടിരിക്കുമ്പോ അവിചാരിതമായി അള്ളാഹു തആല പിടികൂടും. അപ്പോൾ അവർ ഖേദിക്കും. പക്ഷേ ആ ഖേദം കൊണ്ട് എന്ത് പ്രയോജനമാണ്? ആ ഖേദം ഒരിക്കലും ഉപയോഗപ്പെടുകയില്ല, പ്രയോജനപ്പെടുകയില്ലല്ലോ. അങ്ങനെ അവസാനം ഇത്തരം ആളുകളെ അള്ളാഹു തആല സമൂലം നശിപ്പിച്ചു കളയുകയും ചെയ്യും. ഇതാണ് സുന്നത്തുല്ലാഹ് നടപടിക്രമം. നോക്കൂ, 44-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون فلما نسوا അങ്ങനെ അവർ മറന്നു കളഞ്ഞപ്പോൾ മാ ദുഃഖിറു ബിഹി അവരോട് അനുസ്മരിക്കപ്പെട്ട കാര്യങ്ങൾ അവർ മറന്നു കളഞ്ഞപ്പോൾ അവരോട് ഓർമ്മിക്കാൻ പറഞ്ഞ അവരെ ഉത്ബോധിപ്പിച്ച അവരെ ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങൾ അവർ മറന്നു കളഞ്ഞപ്പോ ഫതഹ്നാ അലൈഹിം നമ്മൾ അവർക്ക് തുറന്നു കൊടുത്തു അബ്വാബ കുല്ലി ഷൈഇൻ എല്ലാ കാര്യങ്ങളുടെയും വാതിലുകൾ സകല വിഭവങ്ങളുടെയും വാതിലുകൾ നാം അവർക്ക് തുറന്നു കൊടുത്തു മലർത്തി തുറന്നു കൊടുത്തു അങ്ങനെ ഹത്തായിദാ ഫരിഹു അവർ അങ്ങനെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ബിമാ ഊതു അവർക്ക് കിട്ടിയതില്ല സുഖ സൗകര്യങ്ങളില്ല നന്മകളില്ല നേട്ടങ്ങളിൽ ദുന്യവിയായ സുഖ സൗകര്യങ്ങളിൽ അവർ അങ്ങനെ അറമാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഖദ്നാഹും നാം അവരെ പിടികൂടും ബഗ്തതൻ പെട്ടെന്ന് ഫഇദാ ഹും മുബ്ലിസൂൻ അപ്പോൾ അവർ അതാ നിരാശരായിത്തീരുന്നു. അപ്പോഴാണ് അവർക്ക് കാര്യം പിടിക്കുക. അള്ളാഹു അയച്ചുവിട്ടതാണ് ഞങ്ങൾ ചിന്തിക്കാത്തതിന്റെ പേരിൽ ഒന്ന് സമയം തന്നതാണ്. പക്ഷെ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾക്ക് അതാണ് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഈ നിയമത്തോടൊക്കെ തന്നത്. അപ്പൊ അവർക്ക് മനസ്സിലാകും ഫൈദാഹും മുബ്ലിസൂൻ അപ്പോൾ അവർ അതാ നിരാശരായി. ഇപ്പോഴത്തെ ഒരു കാലഘട്ടവുമായി ഈ ആറ്റം നമ്മൾ ചേർത്ത് പഠിച്ചു നോക്കൂ. നന്നായി ചേരുന്നുണ്ടല്ലേ? ഇന്നിപ്പോ എല്ലാം റബ്ബ് നമുക്ക് തുറന്നു തന്നിട്ടിരിക്കുകയാണ്. എല്ലാ സുഖ സൗകര്യങ്ങളുടെ വാതിലുകൾ എല്ലാ മേഖലയിലും മലർച്ച റബ്ബ് തുറന്നു തന്നിട്ടുണ്ട്. ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ. ദൃശ്യ ശ്രാവ്യ മേഖലകൾ, വാർത്താവിനിമയ മേഖലകൾ, ആശയ കൈമാറ്റം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള കണ്ടുപിടുത്തങ്ങൾ, ഇന്റർനെറ്റിന്റെ വല്ലാതെയുള്ള വ്യാപനം എല്ലാം സാർവത്രികമാണ്, സൗകര്യപ്രദമാണ്. എല്ലാം അള്ളാഹു തുറന്നു കാട്ടുന്നുണ്ട് അല്ലേ? ഭക്ഷണത്തിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്, വസ്ത്രത്തിന്റെ കാര്യം അങ്ങനെയാണ്, സമ്പത്ത് അങ്ങനെയാണ്, വലിയ വീടുകൾ, കാറുകൾ, ഉയർന്ന ശമ്പളമുള്ള ജോലികൾ, ഇങ്ങനെ നോക്കിയാൽ അള്ളാഹു എല്ലാറ്റിനെയും വാതിലുകൾ തുറന്നു തന്നിട്ടുണ്ട് മുന്നിൽ. പൊതുവെ ദീനിയായ ചൈതന്യവും ഉന്മേഷവും ഒക്കെ കുറഞ്ഞു വരുന്ന ഈ ഒരു കാലത്ത് ഇങ്ങനെ ഒരു തുറന്നു തരൽ അള്ളാഹു നടത്തുന്നുവെങ്കിൽ എന്താണ് എൻ്റെ അർത്ഥം? അള്ളാഹു നമ്മൾ അയച്ചു വിട്ടിരിക്കുകയാണ്, എല്ലാം അയച്ചിട്ട് തന്നിരിക്കുകയാണ്. പിന്നീട് നമ്മൾ പിടികൂടിയേക്കാം. സത്യവിശ്വാസികൾ ഇങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കേണ്ടത്. കരുതലോടെയാണ് അവർ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അവർക്ക് ലഭിച്ച നിഅമത്തുകൾ, ആ നിഅമത്തുകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് നല്ല മാർഗത്തിൽ വിനിയോഗിച്ച് റബ്ബിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കും. ഇസ്തിദ്റാജിനെ കരുതിയിരിക്കണമെന്നാണ്. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് പിന്നെ പെട്ടെന്ന് ക്രമേണ പിടികൂടുന്ന പരീക്ഷണം, അതാണ് ഇസ്തിദ്റാജ്. ഒരാൾക്ക് അല്ലാഹു തആല ദുനിയാവ് അങ്ങനെ കുറെ കൊടുക്കുന്നുണ്ട്. തെറ്റുകളും ധിക്കാരവും നിഷേധവും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും റബ്ബ് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം അത് ഇസ്തിദ്റാജാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആൾ ഇഷ്ടമുള്ളവർ കൊടുത്താലല്ല, ദുനിയാവ് അല്ലാഹ് എല്ലാവർക്കും കൊടുക്കും, ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമുള്ളവർക്കും കൊടുക്കും. ദുനിയാവിന്റെ പ്രത്യേകത അങ്ങനെയാണ്. ദുനിയാവ് നമ്മൾ കെട്ടിമറിയുകയും വേണം. ദുനിയാവ് കിട്ടുക എന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്കുള്ള മാനദണ്ഡം അല്ല. അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും ഒരു സുജൂദ് പോലും പടച്ചവന് ചെയ്യാത്ത അള്ളാഹ് അംഗീകരിക്കാൻ എത്രയോ ആളുകൾക്ക് എത്രയോ സുഖ സൗകര്യങ്ങളുണ്ട്. ദുനിയാവില് അത്ര അങ്ങനെയാണ് അള്ളാഹു കാര്യമാക്കുന്നത്, എല്ലാവർക്കും കൊടുക്കും. അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ചോ ഇല്ല എന്നറിയാനുള്ള മാർഗം അത് അള്ളാഹുവിന്റെ ആ ഒരു ഇഷ്ടം റബ്ബ് പറഞ്ഞത് ജീവിക്കുമ്പോൾ നേടിയെടുക്കുന്നു. ദുനിയാവ് കുറെ കിട്ടുമെന്നുള്ളതല്ല, അത് ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കും. മുഅ്മിനീങ്ങളെ നമ്മൾ ആ ഇസ്തിദ്റാജ് പേടിച്ചുകൊണ്ടായിരിക്കും ജീവിക്കേണ്ടത്. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. മുഅ്മിനീങ്ങളെ മനുഷ്യർ എപ്പോഴും ഇസ്തിദ്റാജിനെ പേടിക്കുമെന്നാണ്. ശിക്ഷയെ അവർ പേടിക്കും, താക്കീതുകളായി അവർ മനസ്സിലാക്കും അത്തരം പരീക്ഷണ ഘട്ടങ്ങളെ. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ദുആ ചെയ്ത് പിരിയുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കണം റബ്ബേ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണം തമ്പുരാനെ. നിന്നെ മനസ്സിലാക്കി നിന്റെ പൊരുത്തത്തിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ ചേർക്കാൻ അല്ലാഹ് ഞങ്ങൾ എല്ലാവരും ആത്മഹത്യ നന്നാക്കാൻ തമ്പുരാൻ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് എല്ലാവർക്കും ഖൈറും സലാമത്തും സന്തോഷവും നൽകണം അല്ലാഹ്. മാതാപിതാക്കൾക്ക് പൊറുക്കാൻ, റഹ്മാനുസ്താവന്മാർക്ക് പൊറുക്കാൻ, മുഫസ്സിറുകൾക്ക് പൊറുക്കാൻ അല്ലാഹ്. ഈ ക്ലാസ് കേൾക്കുന്നവർക്ക് അധ്വാനിക്കുന്നവർക്ക് ഖൈറായ പ്രതിഫലം നൽകണം തമ്പുരാനെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. إن الله دعاتنا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.